Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ എക്സാമായിട്ട് നമുക്ക് വരുന്നത് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് പോളിസിയാണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. എന്നാ പിടിച്ചോ, മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വരുന്നൊരു ചോദ്യമാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുള്ളതാണ്. നിർബന്ധമായും പഠിക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ്, ട്രേഡ് യൂണിയൻ എന്താണ്, ട്രേഡ് യൂണിയൻ്റെ റോള് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബഡ്ജറ്റ് എന്താണ്, റിപ്പീറ്റ് ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്. ഓക്കെ, അതുപോലെ തന്നെ ഗ്രീൻ ഫിനാൻസിങ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഗ്രീൻ ഫിനാൻസിങ് എന്താണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ മിക്ക പേപ്പറിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യം ഇൻഫ്ലേഷൻ, ബേസിക്സ് ആണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഫെമ, ഇതൊക്കെ മാറി മാറി വരാറുള്ളതാണ്. ദെൻ എക്സിം പോളിസി എന്താണ്, ഇതൊക്കെ നോക്കണം. ദെൻ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വരുന്നത് FDI എന്താണ്, അതല്ലെങ്കിൽ FII, അതല്ലെങ്കിൽ FPI, ഇതിലേതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും വരാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക. ദെൻ നെക്സ്റ്റ്, ഏതെങ്കിലും ഒരു പൊല്യൂഷൻ ഏതെങ്കിലും ഒരെണ്ണം, അത് ചിലപ്പോൾ എയർ പൊല്യൂഷൻ ആവാം, വാട്ടർ പൊല്യൂഷൻ ആവാം, അതുപോലെ തന്നെ ലാൻഡ് പൊല്യൂഷൻ ആവാം. അങ്ങനെ പൊല്യൂഷനിലെ ഏതെങ്കിലും ഒന്നിനെ പറ്റിയിട്ട് മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ്, RTA എന്താണ്, അതിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി, റിപ്പീറ്റ് ചോദ്യത്തിൽ ഉള്ള ഒന്നാണ് കേട്ടോ, ക്രിപ്റ്റോ കറൻസി എന്താണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ഫിൻടെക് എന്താണ്, ഫിൻടെക് എന്താണ്. കാർബൺ ക്രെഡിറ്റ് എന്താണ്, കാർബൺ ക്രെഡിറ്റ് എന്താണ്. ഓക്കെ, സോ ഒക്കെ 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആണ്. ഇനി എല്ലാ പേപ്പറിലും വരുന്നതാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം, അതിന് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഇത് മൂന്നും എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കി വയ്ക്കുക. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ്, മോണിറ്ററി പോളിസി എന്താണ്, അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ആണ്. അതിന് ഇൻസ്ട്രുമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്, നിർബന്ധമായും പഠിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ സ്കീം എന്താണ്, ഈസി. അതുപോലെ തന്നെ ക്യാപിറ്റലിസം എന്താണ്, ക്യാപിറ്റലിസം എന്താണ്. ദെൻ പോവേർട്ടി കൺസെപ്റ്റ്, പോവേർട്ടി എന്താണ്.
ബ്ലാക്ക് മണി കൺസെപ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് നീതി ആയോഗ് എന്താണ്? അതുപോലെ തന്നെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ SEZ എന്താണ്? അതുപോലെ തന്നെ കമ്മിറ്റിയിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റി വരാറുണ്ട്. ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ്? ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ക്രിറ്റിസിസംസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ക്രിറ്റിസിസം. ഓക്കെ, അപ്പോൾ നമ്മൾ 2VTജിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. 7 ചോദ്യങ്ങളിൽ 4 മിക്കതും റിപ്പീറ്റായിട്ട് വരാറുള്ളതാണ്. അതിൽ റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ബിസിനസ് എൻവയോൺമെൻറ്റ്, ട്രേഡ് യൂണിയൻ, FDI, ആ ഒരു FPI, FII, അതിലേതെങ്കിലും ഒരെണ്ണം, പൊല്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതിൻ്റെ മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, അതിലേതെങ്കിലും ഒരെണ്ണം. അങ്ങനെ ഒരു 3-4 ടോപ്പിക്ക് മിക്ക പേപ്പറിൽ മാറി മാറി വരാറുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളുടെ കാര്യങ്ങളാണ് ഇവിടെ നൽകിയത്. ഇനി ഒരെണ്ണം കൂടി പറയാനുള്ളത്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ, അത് ഞാൻ പറയണു. മേജർ ലെജിസ്ലേഷൻസ്, റിപ്പീറ്റ് അല്ല, ലെജിസ്ലേഷൻസ് passed in India for ensuring social justice. ഓക്കെ, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന 2VTജിൻ്റെ ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോർ എൻഷുർ. സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നത് ഇതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വലിയൊരു പേപ്പറാണ്, തിയറി ഒരുപാട് കവർ ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3VTജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.